വനാതിർത്തികളിൽ തകരാറിലാകുന്ന സോളാർ വേലികൾ നന്നാക്കാനുള്ള പരിശീലനം വനംവകുപ്പ് ജീവനക്കാർക്ക് നൽകി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം നൽകിയത്. സംസ്ഥാനത്തെ ആദ്യഘട്ട പരിശീലനമാണ് തേക്കടിയിൽ പൂർത്തിയായത്. വന്യജീവി സംഘർഷങ്ങൾ തടയാനുള്ള പ്രധാന മാർഗമാണ് സോളാർ വേലികൾ. പലപ്പോഴും തകരാറിലാകുന്ന സോളാർ വേലികളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടക്കാറില്ല. കരാർ നൽകി പണി നടത്തുന്നതിനുണ്ടാകുന്ന കാലതാമസമാണ് കാരണം. ഇതിനൊരു പരിഹാരമായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ പരിശീലനം നൽകാൻ തീരുമാനിച്ചത്. ഫെൻസിംഗ് ലൈൻ ഇങ്ങനെ ഓൺ ചെയ്ത് എനർജൈസർ ഓൺ ചെയ്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ലൈനിൽ ചാർജ് വരുന്നില്ല നോക്കാം. നമുക്ക് ആദ്യം തന്നെ ലൈനിൽ പോയി പരിശോധിക്കുന്നതിന് പകരം നമുക്ക് യൂണിറ്റിൽ പരിശോധിക്കാം. ആദ്യഘട്ടത്തിൽ 1500 പേർക്ക് പരിശീലനം നൽകി. ഇവർ മറ്റു സ്റ്റേഷനിലെ ജീവനക്കാരെ പരിശീലിപ്പിക്കും. അറ്റകുറ്റപ്പണികൾക്കായി ഓരോ സ്റ്റേഷനിലും ടൂൾ റൂമുകളും സ്ഥാപിക്കും. സിം കാർഡുകളുടെ സഹായത്തോടെയുള്ള സ്മാർട്ട് ഫെൻസിംഗിന്റെ പരീക്ഷണവും നിലവിൽ നടക്കുന്നുണ്ട്. വിജയിച്ചാൽ സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കിയേക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു 10 ലക്ഷം രൂപയാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് 10 ലക്ഷം രൂപയാണ് ചെയ്യുന്നത്. അപ്പോൾ 1000 മുകളിൽ കിലോമീറ്റർ ഫെൻസിങ് എപ്പോഴാണ് നിലവിൽ 2500 കിലോമീറ്റർ ദൂരത്തിൽ സംസ്ഥാനത്ത് സോളാർ വേലികളുണ്ട്. 4500 കിലോമീറ്റർ ദൂരത്തിൽ സംസ്ഥാനമൊട്ടാകെ സോളാർ വേലികൾ സ്ഥാപിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. 800 കിലോമീറ്റർ പണികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.